ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സ്കൂളിലൊക്കെ പോകുന്നില്ലേ? സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലേ? സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടം ഏത് പീരീഡാ? എല്ലാവർക്കും പി ടി പീരീഡാ ഇഷ്ടം? എല്ലാവർക്കും പി ടി പീരീഡ്. എന്താ പി ടി പീരീഡ് ഇഷ്ടപ്പെടാൻ കാരണം? കളിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണോ? നമുക്കന്നൊരു കുഞ്ഞ് കളി കളിച്ചാലോ? റെഡിയാണോ? കൂട്ടുകാരെ, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയാമോ? കളികൾ അല്ലേ? എനിക്കും ഇഷ്ടം കളി തന്നെയാണ്. പലതരം കളികൾ നമ്മൾ കളിച്ചിട്ടില്ലേ? എന്നാൽ നമുക്കിന്ന് വ്യത്യസ്തമായൊരു കളി കളിച്ചാലോ? എന്താ, റെഡിയല്ലേ? ഈ കളിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പേരാണ് ഈ കളിക്ക് വരേണ്ടത്. നമ്മളിവിടെ കാണുന്നില്ലേ, ഈ ഗ്ലാസ്സുകൾ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഓരോ ബലൂൺ വെച്ചിട്ടുണ്ട്. 3 പേര് വരണം. ആ ബലൂൺ ഉപയോഗിച്ചിട്ട് ഗ്ലാസ്സുകളൊന്നും തൊടാതെ ഗ്ലാസ്സുകൾ മറിച്ചിടണം. കൂടുതൽ ഗ്ലാസ്സുകൾ മറിച്ചിടുന്ന ആളാണ് ഫസ്റ്റ് ആവുക. കുറച്ച് സമയമാണ് നിങ്ങൾക്ക് തരാം, കുറച്ച് സെക്കൻഡുകളെ തരുള്ളൂ. ആ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ ഇത് ചെയ്യണം. ആരാ 3 പേര് വരുന്നേ? ബലൂണുകൾ എടുത്തോ. നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. സെക്കൻഡുകളെ തരുള്ളൂ. ഞാൻ സ്റ്റോപ്പ് പറഞ്ഞാൽ അപ്പം നിർത്തണം. ഓക്കെ? ബലൂൺ വീർപ്പിക്കാം. അതിൻ്റെ കാർട്ടൂൺ നിങ്ങൾക്ക് ഈ ഗ്ലാസ്സുകളെല്ലാം മറിച്ചിടാം. ഓക്കെ? യുവർ ടൈം സ്റ്റാർട്ട് നൗ. റെഡി? 1 2 3 സ്റ്റാർട്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അപ്പോൾ എല്ലായിടത്തും 12 ഗ്ലാസ് വീതമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരായിരിക്കും ഫസ്റ്റ് ആയിട്ടുണ്ടാവുക? മോൻ്റെ പേരെന്താ? ആൽബിൻ. ആൽബിനാണ് ഫസ്റ്റ് ആയിട്ട്. ആൽബിൻ ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേ. സെക്കൻഡ് ആരാ ആയിട്ടുണ്ടാവുക? സെക്കൻഡ് ആരാ? ഡോണയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ. ഗെയിം ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടു. ഗെയിം കളിച്ചവർ പറഞ്ഞേ എങ്ങനെയുണ്ടായിരുന്നു? കളിച്ചിട്ട് എന്താ നിങ്ങൾക്ക് തോന്നിയെന്ന്? ഡോണ പറഞ്ഞേ, എന്താ കളിച്ചപ്പോൾ തോന്നിയേ? ബലൂൺ പൊട്ടുമെന്ന് തോന്നിയായിരുന്നു. ബലൂൺ പൊട്ടുമെന്ന് പേടി തോന്നി. ആൽബിൻ എന്താ തോന്നിയേ? ഗ്ലാസ് മുഴുവൻ താഴെ പോകും. ഗ്ലാസ് മുഴുവൻ താഴെ പോകുന്നു. ജിസിനോ? ജയിക്കോ തോക്കോ എന്നത് പേടി. ജയിക്കോ തോക്കോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 3 പേരും പക്ഷെ നന്നായിട്ട് ചെയ്തു അല്ലേ? അവർ ആ കുഞ്ഞ് കുറച്ച് സമയം കൊടുത്തുള്ളൂ. ഞാൻ അവർക്കൊരു 15 സെക്കൻഡ് സമയം കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ആ സമയത്തിനുള്ള അവർ നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അവർ കഴിയേണ്ട പരമാവധി ശ്രമിച്ചു. ഇപ്പോൾ ഈ ഒരു കുഞ്ഞ് കളി നമ്മൾ കളിച്ച്, ഈ കളിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാഠം കിട്ടുന്നുണ്ടോ? എന്താ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്? കളിച്ചവർക്ക് എന്താ തോന്നിയേ? ഇതിനെ ഇനിയും ബെറ്റർ ആക്കാമായിരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയില്ലേ? ജിസിന് എന്താ തോന്നിയത്? ജിസേ? കുറച്ചും കൂടെ ഗ്ലാസ് താഴെ വീഴിക്കാൻ പറ്റുമെന്ന്. കുറച്ചുകൂടെ ഗ്ലാസ് താഴെ വീഴിക്കാൻ പറ്റുമെന്ന് തോന്നി. കാരണം എന്താ, ജിസിന് കുറച്ച് ഗ്ലാസ്സേ താഴെ വീഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? കുറേ ഗ്ലാസ്സും ജിസിൻ്റെ ഇരുന്ന് പോയി. ജിസിന് ആ നേരത്ത് ഇത് പറ്റുമോ, പെട്ടെന്ന് ഫസ്റ്റ് കിട്ടുമോ എന്നുള്ളൊക്കെ ഒരു ടെൻഷൻ വന്നു. അതോട് കൂടിയിട്ട് ജിസിന് കുറേ ഗ്ലാസ് ഒന്നും അങ്ങനെ തട്ടി ഇടാനായിട്ട് പറ്റില്ല. നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഗ്ലാസ്സുകളൊക്കെ നമ്മൾ വിചാരിക്കുകയാണ് കുറേ ആൾക്കാരാണ്, അവരുടെ അടുത്തൊക്കെ നമുക്ക് വചനം എത്തിക്കണം, അതൊക്കെയാണ് നമ്മളുടെ ഒരു വിളിയെന്ന് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബലൂണില്ലേ, ബലൂൺ നമുക്കറിയാം. ആ ബലൂണിൻ്റെ ഉള്ളിൽ എത്ര കാറ്റുണ്ടോ അത്രയല്ല നമുക്ക് ഇതാക്കാൻ പറ്റിയത്. ഇപ്പോൾ ജിസിന് അത്രയധികം കാറ്റ് ഇങ്ങനെ ആക്കാൻ പറ്റിയില്ല, ആക്കിയപ്പോൾ പെട്ടെന്ന് ഇതാവാൻ പറ്റില്ല. പക്ഷേ ആൽബിനൊക്കെ എന്ത് ചെയ്തു? ഫാസ്റ്റായിട്ട് ഒരുപാട് കാറ്റ് നിറച്ചു. അത് കാരണം കൊണ്ട് തന്നെ ആൽബിന് പെട്ടെന്ന് ഒരുപാട് ഗ്ലാസ്സുകൾ തട്ടിമറിച്ചിടാൻ പറ്റി. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തോരം നന്മയുണ്ടാവുണ്ടോ, എന്തോരം നന്മ നിറയ്ക്കാൻ പറ്റുമോ, എത്ര വചനം നിറയ്ക്കാൻ പറ്റുമോ, എത്ര നല്ല കാര്യങ്ങൾ നിറയ്ക്കാൻ പറ്റുമോ, അതനുസരിച്ച് നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ അടുത്ത് അതനുസരിച്ച് നമുക്ക് പെരുമാറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും എന്ത് നിറയ്ക്കണം? ആ ബലൂണിൽ കാറ്റ് നിറച്ച പോലെ, ബലൂണിലെ കാറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ് അല്ലേ? ഒരു വലിയ എനർജിയാണ് ബലൂണിൻ്റെ ഉള്ളിൽ. അതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് നിറയ്ക്കണം? നമ്മുടെ വചനം, നല്ല കാര്യങ്ങൾ, നന്മ, സ്നേഹം, പ്രാർത്ഥന, ഇതൊക്കെ നമ്മൾ നിറച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്താ പറ്റുക, ആവശ്യമുള്ള സമയത്ത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ അടുത്ത് ഒരു സ്നേഹമായിരിക്കും, നമുക്ക് നല്ല സന്തോഷമായിട്ട് ആയിരിക്കാൻ പറ്റും. അപ്പോൾ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ലൊരു ഗെയിമാണ് അല്ലേ? നമുക്കൊരു നല്ല പാഠം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്താ ഇസ്ബൽ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എനിക്കിത് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഈശോയോട് ചോദിച്ചാൽ ഈശോ നമുക്കെല്ലാം പറഞ്ഞു തരും. വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. സിസ്റ്റർ എന്തോ നമ്മോട് പറയുന്നുണ്ടല്ലോ, നമുക്കത് കേൾക്കാം. എല്ലാവരും വചനമൊക്കെ വായിക്കാറുണ്ടോ? വചനം വായിക്കാൻ ഇഷ്ടമാണോ? വചനം പഠിക്കുന്ന ശീലമുണ്ടോ? വചനം പഠിക്കുന്ന ശീലം ഓക്കെ. എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ പോവാണ്. ഇവിടെ 3 വചനങ്ങൾ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ള ഓർഡറിലൊന്ന്
ആക്കി വെക്കണം. ആരാ വചനം നല്ല ഇഷ്ടമുള്ളവർ, വചനം നന്നായിട്ട് പഠിക്കുന്ന 3 പേര് എണീറ്റ് വന്നേ. ഈ വചനം പീസാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് ആ വചനം ഒന്ന് ഓർഡർ ആക്കി വെച്ചേ. തുടങ്ങിക്കോ. ഈ വചനം ഒന്ന് നമുക്ക് വായിക്കാം. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് വചനം ഒന്ന് വായിച്ചേ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാൻ 15:3. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യോഹന്നാൻ 13:1. നമുക്ക് അവിടെ പോയിരിക്കാം, സ്ഥലത്ത് പോയിരിക്കാം. കണ്ടോ, ഇവർ വചനം പഠിക്കുന്ന കുട്ടികളായിരുന്നുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അവർക്ക് നല്ല ഈസി ആയിട്ട് വചനം ഓർഡർ ആക്കി വെക്കാൻ പറ്റി അല്ലേ? വചനം പല പീസുകളായിട്ടായിരുന്നു, പക്ഷെ അവർ നന്നായിട്ട് വചനം പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് വചനം ഓർഡർ ആക്കിയിട്ട് വെക്കാനായിട്ട് പറ്റി. ഈശോ ഒരിക്കലുണ്ടല്ലോ, ഒരിക്കൽ ഇങ്ങനെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ശിഷ്യന്മാരെയും അവിടെയുള്ള ജനങ്ങളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാരെല്ലാം അത്ഭുതത്തോട് കൂടിയിട്ട് ഈശോ പറയണത് ഇങ്ങനെ കേട്ട് ഇരിക്കുക. ഭയങ്കര സന്തോഷമാണ് ആൾക്കാർക്ക്, ഒപ്പം തന്നെ അവർക്ക് അത്ഭുതമാണ്. ഈശോ പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ രോഗികളെ കൊണ്ടുവരുമ്പോൾ അവരെ സുഖപ്പെടുത്തുന്നു, പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്നു. അങ്ങനെ ഈശോ അത്ഭുതങ്ങളെല്ലാം ചെയ്ത് ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു സ്ത്രീ ഭയങ്കര സന്തോഷം തോന്നി. അവരെല്ലാവരും അത്ഭുതത്തോടെ ഇരിക്കുക. നമ്മുടെ ഇടയിലുള്ള ഒരാളാണല്ലോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ, ഇത്രയും വലിയ ജ്ഞാനം ഈ വ്യക്തിക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ അതിൻ്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് നിന്ന് ഉറക്കെ ചോദിക്കുകയാണ് ഈശോയോട്, ഓ നീ എന്ത് ഭാഗ്യവാനാ, നിൻ്റെ അമ്മ എന്ത് ഭാഗ്യവതിയായിരിക്കും, ഇത്രയും നല്ലൊരു മകനെ കിട്ടിയ നിൻ്റെ അമ്മ എന്ത് ഭാഗ്യവതിയായിരിക്കും എന്ന് ഈശോയോട് പറയാം. അപ്പോൾ ഈശോ ഒരു ഉത്തരം ആ സ്ത്രീയോട് പറയുന്നുണ്ട്. ആർക്കെങ്കിലും ആ ഉത്തരം പറയാൻ പറ്റുമോ? വചനം കേട്ട് അത് പാലിച്ച് ജീവിക്കുന്നവർ അതിനേക്കാൾ ഭാഗ്യമുള്ള. വെരി ഗുഡ്. ഈശോ പറയണ കാര്യമാണ് എന്താ, വചനം കേട്ട് അത് പാലിച്ചു ജീവിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. ആരെ കുറിച്ചിട്ടായിരിക്കും ഈശോ അത് പറഞ്ഞിട്ടുണ്ടാവുക? ആരെ കുറിച്ചിട്ടാണ് ഈശോ അത് പറഞ്ഞേ? ഈശോ നമ്മളെ കുറിച്ചാണോ പറഞ്ഞേ? ഈശോ നമ്മളെ കുറിച്ചാണ് പറഞ്ഞത്. അതിനപ്പുറത്ത് ഈശോ ആരെ കുറിച്ചാണ് പറഞ്ഞേ? ആ സ്ത്രീ ഈശോയോട് പറയണത് നിന്റെ അമ്മ എന്ത് ഭാഗ്യവതിയാണെന്ന് അല്ലേ? ഈശോയുടെ അമ്മ ഭാഗ്യവതി ആയിരിക്കാനായിട്ടുള്ള സീക്രട്ട് എന്താണെന്നാണ് ഈശോ ആ സ്ത്രീയോട് പറഞ്ഞത്. എങ്ങനെയാണ് മാതാവ് ഭാഗ്യവതി ആയത്? വചനം കേട്ട് അത് പാലിച്ച് ജീവിച്ചു. അതുകൊണ്ടാണ് മാതാവ് ഭാഗ്യവതിയായ. മാതാവ് ഭാഗ്യവതിയാണോ? മാതാവ് ഭാഗ്യവതിയല്ലേ? നമ്മൾ മാതാവ് ഭാഗ്യവതിയാന്ന് സാധാരണ എല്ലാ ദിവസവും പറയാറുണ്ടോ? എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് തവണ നമ്മൾ പറയുന്നുണ്ട് മാതാവ് ഭയങ്കര ഭാഗ്യവതിയാണ്, ഭാഗ്യവതിയാണ്. എപ്പോഴും അത് പറയാറ്? ആർക്ക് പറയാൻ പറ്റുക? കൊന്ത ചൊല്ലുമ്പോ. ഏത് പ്രാർത്ഥനയിലാ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എപ്പോഴും നമ്മൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് തലമുറയായിട്ട് നമ്മൾ ഇപ്പോഴും പറയാണ്. എന്തെന്നാ പറയണേ? മാതാവ് ഭാഗ്യവതിയാണ്, അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന്. എന്താ കാരണം എന്നറിയോ? മാതാവ് വചനം കേട്ട് അത് അതേപോലെ അനുസരിച്ചു. മാതാവിനോട് മാലാഖ വന്നിട്ട് പറഞ്ഞു ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് മാതാവ് കേട്ടു. അപ്പം തന്നെ മാതാവ് പറഞ്ഞു യെസ് ലോർഡ്, എന്ത് ദൈവമേ അങ്ങ് പറയണോ അതുപോലെ ഞാൻ ജീവിച്ചോളാം. അത്രയും വചനം അനുസരിച്ചുകൊണ്ടാണ് മാതാവിന് അങ്ങനെ ഭാഗ്യവതിന്ന് ഇത്രയും വർഷങ്ങളായിട്ടും നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്കങ്ങനെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാവാനായിട്ട് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളും വചനം അനുസരിച്ച് ജീവിക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ വചനം ഒന്ന് വായിച്ചേ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാൻ 15:3. ഓക്കെ, അപ്പം നമ്മളും ഈ വചനം വായിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി നോക്കിക്കേ, ഇതൊരു കൊച്ചിൻ്റെ പടമല്ലേ? നമ്മളുടെ ഓരോരുത്തരെയാണ് ഈ കൊച്ച് പ്രതിനിധാനം ചെയ്യണത്. നമ്മൾ ഓരോരുത്തരും വചനം വായിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ നമുക്കും എന്ത് സംഭവിക്കും? നമ്മളും വിശുദ്ധീകരിക്കപ്പെടും അല്ലേ? നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താ ഉപകാരം ഉണ്ടാവുക? നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ നല്ല കുട്ടികളായിട്ട് മാറും അല്ലേ? നമ്മൾ നല്ല കുട്ടികളായി മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് എന്തൊക്കെയാണ് നല്ല കുട്ടികൾക്ക് എന്തൊക്കെയായിരിക്കും പ്രത്യേകതകൾ ഉണ്ടാവുക? വിശുദ്ധി. നല്ല വിശുദ്ധി ഉണ്ടാവും, പിന്നെ നല്ല സ്നേഹം ഉണ്ടാവും, നല്ല സന്തോഷം ഉണ്ടാവും, നല്ല സമാധാനം ഉണ്ടാവും. അങ്ങനെ നല്ല കുട്ടികളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. അപ്പം നമ്മൾ അങ്ങനെ അതേ കഴിഞ്ഞ്
നമ്മളുടെ കണ്ടോ, ഇതെന്താ? വീടാ അല്ലേ? നമ്മൾ അതുപോലെ വചനം അനുസരിച്ച് ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും വചനം അനുസരിച്ച് ജീവിക്കാന്ന് വിചാരിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? നമ്മുടെ വീടും വിശുദ്ധീകരിക്കപ്പെടും, സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. അങ്ങനെ നല്ല വീടായിട്ട് നല്ല കുടുംബമായിട്ട് മാറും. അങ്ങനെ നമ്മുടെ എല്ലാ കുടുംബങ്ങളും ആയി മാറുവാണെങ്കിലോ എന്ത് സംഭവിക്കും? നമ്മുടെ എല്ലാ കുടുംബങ്ങളും അങ്ങനെയായി മാറുവാണെങ്കിൽ ലോകം മുഴുവനും എന്ത് സംഭവിക്കും? ലോകം മുഴുവൻ സന്തോഷമുള്ളതായി മാറും, വിശുദ്ധിയുള്ളതായി മാറും, സമാധാനമുള്ളതായി മാറും, സ്നേഹമുള്ളതായി മാറും. അങ്ങനെ ലോകം മുഴുവൻ നല്ലതായിട്ട് മാറും അല്ലേ? അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട്, നമ്മൾ കുട്ടികളല്ലേ, അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഈ ലോകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടാനും നല്ലതായി തീരാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? വചനം അനുസരിച്ച് നമ്മൾ തന്നെ ജീവിക്കണം അല്ലേ? നമ്മൾ തന്നെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും, നമ്മൾ നല്ല കുട്ടികളായിട്ട് തീരും. അങ്ങനെ വചനം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഞാനിനി ഇന്ന് തൊട്ട് വചനം അനുസരിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ചു. നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? ചെയ്യണമെങ്കിൽ എന്ത് വേണം? വചനം അറിയണല്ലേ? വചനം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം വായിക്കണം, പഠിക്കണം, പിന്നെ വചനം ധ്യാനിച്ച് ജീവിക്കണം. എന്നിട്ട് വചനം അനുസരിച്ച് അതുപോലെ ജീവിക്കണം. അല്ലാതെ വെറുതെ ഇന്നോട്ട് ഞാൻ വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ല അല്ലേ? ഒപ്പം തന്നെ നമുക്ക് വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് വേണ്ട ഒരു വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ വലിയ കൃപ വേണം. എന്നാലേ നമുക്ക് വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട്? വചനം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് കൈകുപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ച് കൈകുപ്പി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, വചനം അനുസരിച്ച് ജീവിക്കുന്നവരാകുവാനായിട്ട്, വചനം പഠിക്കാനും വചനത്തിലെ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുവാനും ഈ ലോകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് കേട്ടില്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് സിസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നത്. യേശുവാകുന്ന വചനത്തോട് ചേർന്ന് നമുക്കും അവിടുത്തെ പാടി സ്തുതിക്കാം. നമുക്കന്നൊരു പാട്ട് പഠിച്ചാലോ? നമ്മളെ സിസ്റ്റർ ലിനി ഒരു പാട്ട് പഠിപ്പിക്കും. സിസ്റ്റർ പാടുന്നതിന് ചേർന്ന് നമുക്ക് ഏറ്റുപാടാം. തെയ്തക തെയ്തോ തെയ്യാരോ, തെയ്തക തെയ്തോ തെയ്യാരോ. പാടിക്കേ. തെയ്തക തെയ്തോ തെയ്യാരോ, തെയ്തക തെയ്തോ തെയ്യാരോ. ഒന്നും കൂടെ. തെയ്തക തെയ്തോ തെയ്യാരോ, തെയ്തക തെയ്തോ തെയ്യാരോ. തെയ്തക തെയ്തോ തെയ്യാരോ, തെയ്തക തെയ്തോ തെയ്യാരോ. കൂടുകൂട്ടി കാത്തിരിക്കും കുഞ്ഞാറ്റക്കിളിയേ. പഠിക്കേ. കൂടുകൂട്ടി കാത്തിരിക്കും കുഞ്ഞാറ്റക്കിളിയേ.